വിദേശ ജോലി അല്ലെങ്കിൽ വിദേശത്തുള്ള വിദ്യാഭ്യാസം സ്വപ്നം കാണുന്ന വളരെയധികം ആഗ്രഹിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ ഒരു ഇഷ്ട ഡെസ്റ്റിനേഷനാണ് അല്ലെങ്കിൽ ഒരു ഇഷ്ട ഭൂഖണ്ഡമാണ് യൂറോപ്പ്. ആ യൂറോപ്പിൽ തന്നെ മലയാളികൾ വളരെയധികം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉപരിപഠനത്തിനായി കേരളത്തിൽ നിന്നും അനേകം യുവാക്കൾ എത്തിച്ചേരുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. എന്നാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം നമുക്കറിയാം, ജർമ്മനി അല്ലെങ്കിൽ മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളും സമാധാനത്തിന്, സ്വസ്ഥമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിന്, സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിനൊക്കെ പേരുകേട്ട രാജ്യങ്ങളാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം, കൃത്യമായി പറയുകയാണെങ്കിൽ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഉള്ള അനധികൃതമായിട്ടുള്ള, അനിയന്ത്രിതമായിട്ടുള്ള ഒരു കുടിയേറ്റത്തിന് ശേഷം ജർമ്മനി ഉൾപ്പെടെയുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും സാമൂഹികമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ, കുടിയേറ്റത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ജനതയെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച്, ജർമ്മനിയിലേക്ക് കുടിയേറുന്നവരെ സംബന്ധിച്ച് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാത്രമല്ല, ഈ അടുത്ത നാളുകളിൽ ജർമ്മനിയിലും മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിരവധി ഭീകരാക്രമണങ്ങളൊക്കെ അരങ്ങേറുന്ന വാർത്തകൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുകയുണ്ടായി. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ജർമ്മനിയിലേക്ക് കുടിയേറുന്നവർ, യൂറോപ്പിലേക്ക് കുടിയേറുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെ? ഈ വിഷയത്തിൽ വളച്ചുകെട്ടാതെയുള്ള ഉത്തരങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ജർമ്മനിയിൽ നിന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോസ് കുമ്പളവേലിലാണ്. ശ്രീ ജോസ് കുമ്പളവേലിൽ, അങ്ങേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു ഇഷ്ട ഡെസ്റ്റിനേഷനാണ് ജർമ്മനി എന്ന് പറയുന്ന രാജ്യം. അത് ഉപരിപഠനത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ വിദേശ ജോലി സ്വപ്നം കാണുന്ന കാര്യത്തിലായിക്കോട്ടെ. എന്നാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ ജർമ്മനിയുടെ പല മേഖലകളിലും സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും നമുക്ക് സ്വസ്ഥമായി ഒരു കുടിയേറാൻ കഴിയുന്ന ഒരു രാജ്യമാണോ ജർമ്മനി? അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചോദിക്കുകയാണെങ്കിൽ, ജർമ്മനിയിലേക്ക് ഒപ്പം തന്നെ മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കുടിയേറുന്ന മലയാളികൾ, ഇന്ത്യക്കാർ ശ്രദ്ധിക്കേണ്ട, എടുക്കേണ്ട കരുതലുകൾ എന്തൊക്കെയാണ്? അതായിട്ട് എല്ലാവർക്കും നമസ്കാരം. ജർമ്മനി ഒരു കുടിയേറ്റ രാജ്യമായി രൂപാന്തരപ്പെടുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ്. അത് തകർന്നടിഞ്ഞ ജർമ്മനി ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയരങ്ങളിലേക്ക് അതിശക്തമായിട്ട് കുതിച്ചപ്പോൾ 1960 മുതൽ നമ്മുടെ ഇവിടെ ജർമ്മനിയിലേക്ക് ഗാസ്റ്റ് ആർബൈറ്റർ, അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടില് ബംഗാളികൾ എത്തുന്നത് പോലെ തുർക്കിയിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇവിടുത്തെ ജോലികൾ, താഴ്ന്ന ജോലികളൊക്കെ ഏൽപ്പിച്ചാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന് ഒപ്പം നിന്ന് നമ്മുടെ ഇന്ത്യക്കാരും, പ്രത്യേകിച്ച് മലയാളികളൊക്കെ തന്നെ 1960 മുതൽ ഇവിടെ കുടിയേറിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യം തമ്മിൽ ഭയങ്കര അന്തരമുണ്ട്. അതിലേക്ക് കടക്കുമ്പോൾ പുതിയതായി ജർമ്മനി അതിൻ്റെ എല്ലാ വാതിലുകളും കുടിയേറ്റക്കാർക്കായി തുറന്നു കൊടുത്തപ്പോൾ അത് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ആകർഷണ രാജ്യമായി മാറി. അതിൻ്റെ വെളിച്ചത്തിൽ 2012 മുതൽ നഴ്സുമാർക്ക്, നാട്ടിൽ പഠിച്ച നഴ്സുമാർക്ക് റെക്കഗ്നിഷനോടുകൂടി ഇവിടെ ജോലി ചെയ്യാനുള്ള ഒരവസരം മെർക്കൽ ചാൻസലറായിരുന്ന ഭരണകാലത്ത് ഉണ്ടായി. അതിനു മുമ്പ് നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ, ഞങ്ങളെപ്പോലുള്ള ആദ്യ തലമുറ 90-92 കാലഘട്ടം കൊണ്ട് വരവ് നിന്നുപോയ ഒരവസ്ഥയുണ്ട്. അതിനുശേഷം 2000 കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഗ്രീൻ കാർഡ് അന്നത്തെ ചാൻസലർ ഷ്വേഡർ കൊണ്ടുവന്നു. ഏതാണ്ട് 20,000 പേരെ അവർ ലക്ഷ്യം വെച്ചെങ്കിലും 14,000 സംതിങ് ആൾക്കാർ മാത്രമേ അന്നത്തെ കാലത്ത് വരാൻ പറ്റുള്ളൂ. അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ കുടിയേറ്റം നടക്കുന്നത്. ഈ കുടിയേറ്റത്തിൽ മലയാളികൾ പഠിക്കാനാണെങ്കിലും, നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യാനാണെങ്കിലും, അതുപോലെ ഹൗസ് ബിൽഡിംഗ് തരത്തിൽ, അതായത് നഴ്സിംഗ് പഠിക്കാനും അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടറും എന്തൊക്കെ ഇവിടെ പഠിക്കാമോ അത് മുഴുവൻ പഠിക്കാനുള്ള സാഹചര്യം ഹൗസ് ബിൽഡിങ്ങിന്റെ തരത്തിൽ ഇവര് വിസ കൊടുത്ത് ഇവിടെ വന്ന് പഠിച്ച് ജോലിക്കിറങ്ങുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ മലയാളികൾ ഇതെല്ലാം തന്നെ വസൂലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, പണ്ട് 7,000-ഓളം മലയാളികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 75,000-ലധികം മലയാളികൾ
ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു അതിശയോക്തി ആവില്ല. 16 സംസ്ഥാനങ്ങൾ ജർമ്മനിയിലുണ്ട്. അതിലെല്ലാം തന്നെ മുക്കും മൂലയിലും ജർമ്മൻകാരെ പോലെ തന്നെ മലയാളികളും എത്തിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യമാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇതിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ആളുകൾ ഇവിടെ വരുമ്പോൾ, അല്ലെ മലയാളികൾ വരുമ്പോൾ, ജർമ്മൻ ഭാഷ കൃത്യമായിട്ടും B2 ലെവൽ പഠിച്ച ആ സർട്ടിഫിക്കറ്റോടുകൂടി മാത്രമേ ഇവര് ഹൗസ് ബിൽഡിങ്ങിനായാലും നേഴ്സുമാർക്ക് ഉള്ള ആ ജോലി തരത്തിലായാലും ഇങ്ങോട്ട് അനുവാദം കൊടുക്കുകയുള്ളൂ. അതോടൊപ്പം ഇവിടെ വന്നതിന് ശേഷം ഈ ഭാഷ നന്നായിട്ട് വളരെ ഭംഗിയായിട്ട് എല്ലാ തരത്തിലും എഴുതാനും വായിക്കാനും കേൾക്കാനും അത് പറയാനുമുള്ള ഒരു കഴിവ് ഇവിടുന്ന് തന്നെ അത് ലഭിക്കണം. അതിന് പലരും മുതിരുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ ഇവരെ സംബന്ധിച്ച് വലിയൊരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലരും ഇപ്പോഴും ഇംഗ്ലീഷ് മതി ഞങ്ങൾക്ക് ജർമ്മനിയിൽ ജീവിക്കാൻ എന്നുള്ള ഒരു കാര്യമാണ് ഇവരുടെ തലയ്ക്കകത്ത് കിടക്കുന്നത്. അതിനൊരു മാറ്റം വരുത്താതെ ഭാഷാപരമായിട്ടും സാംസ്കാരികമായിട്ടുള്ള തടസ്സങ്ങൾ ഇവർക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്ന് തന്നെ ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത്, ഇപ്പം നമ്മൾ വേറൊരു ഇന്ത്യയിൽ തന്നെ വേറൊരു സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ രീതികളും അവിടുത്തെ ആ ഒരു ഘടനയും നമ്മൾ ഉൾക്കൊണ്ട് അവരുമായിട്ട് ചേർന്ന് പോകുന്ന അതേ രീതിയിൽ തന്നെ ഇവിടെ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ ഭാഷാപരമായിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ കൾച്ചറുമായിട്ടും ഇവിടുത്തെ മറ്റ് ഘടകങ്ങളുമായിട്ടും ചേർന്ന് പോകാനുള്ള ഒരു മനസ്കത നമ്മുടെ മലയാളികൾക്ക് ഇല്ല. അതൊരു വലിയ തടസ്സമാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷ വേണമെന്ന് ഇരിക്കെ ഞങ്ങൾക്കിതിന്റെ ആവശ്യമില്ല എന്ന് പുറംകാലം കൊണ്ട് തള്ളി നടക്കുന്നവർക്കൊക്കെ തന്നെ ജർമ്മനി ഒരു കാരണവശാലും അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി അവർ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെ ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കാര്യം. ഇപ്പോൾ കുടുംബമായിട്ട് അവിടേക്ക് വരുന്നവരുണ്ട്, അത് മിക്കവാറും ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ വിദ്യാർത്ഥികൾ വരുന്നത് ചിലരൊക്കെ +2 കഴിഞ്ഞ് ഡിഗ്രി കോഴ്സുകൾ പഠിക്കാൻ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് PG എടുക്കാൻ ഒക്കെ വേണ്ടി വരുന്ന വിദ്യാർത്ഥികളുണ്ട്. പലരും വീട്ടിൽ സ്വന്തം ഭൂമിയും അല്ലെങ്കിൽ വീടുമൊക്കെ പണയപ്പെടുത്തി ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ജർമ്മനിയിലേക്ക് വരുന്നത്. ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതം പച്ചപിടിക്കും എന്ന ഒരു സ്വപ്നത്തോടു കൂടി തന്നെയാണ്, ആഗ്രഹത്തോടു കൂടി തന്നെയാണ് പലരും എത്തുന്നത്. ഇവർ നേരിടുന്ന ഒരു വെല്ലുവിളികൾ, അത് തീർച്ചയായിട്ടും അത് ആ വെല്ലുവിളികൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഒരു തലമുറയെ തന്നെ നമുക്ക് നഷ്ടമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ ശ്രീ ജോസ് കുമ്പളവേൽ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് എടുത്തു തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ഫ്രീഡം, ഇവിടെ ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ ഫ്രൈഹൈറ്റ്, ഇവിടെ വന്നതിന് ശേഷം നമ്മൾ മാത്രമേ ഉള്ളൂ, പക്ഷെ നമുക്ക് എല്ലാവരും ഉണ്ട്. അത് സംഘടിതമായിട്ട് പുതിയ ആൾക്കാർ, ഇപ്പം അതിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ആളുകളെ, മലയാളികളെ നമുക്ക് 3 തട്ടിൽ തരംതിരിക്കേണ്ടിയിരിക്കുന്നു. അത് ആദ്യം കുടിയേറിയ ഒരു സംഘം, രണ്ടാമത് അവർക്ക് ജനിച്ച കുട്ടികൾ, അവര് രണ്ടാമത്തെ ഗ്രൂപ്പ്, മൂന്നാമത് ഈ പറഞ്ഞ ഏറ്റവും പുതിയതായിട്ട് ഇവിടെ വന്ന് കുടിയേറുന്ന അല്ലെ കുടിയേറിക്കൊണ്ടിരിക്കുന്ന ജനത, അതായത് യുവാക്കളാണ് കൂടുതൽ. അപ്പൊ ഇവരെ 3 തട്ടിലെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ആദ്യത്തെ ജനറേഷൻ എന്ന് പറയുന്നത് തീർത്തും ജർമ്മനിയുമായിട്ടും ജർമ്മൻകാരുമായിട്ടും ജർമ്മൻ ഭാഷയുമായിട്ടും തികച്ചും ഇന്റഗ്രേറ്റ് ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന, അതിൽ എല്ലാവരും തന്നെ പെൻഷൻ പറ്റിയിരിക്കുന്ന ഒരവസ്ഥ. രണ്ടാമത്തെ അവർക്ക് ജനിച്ച കുട്ടികൾ, അവരാണ് ഏറ്റവും നല്ല പഠനം, ജർമ്മൻകാരെക്കാട്ടിൽ നല്ല ഇന്റഗ്രേഷൻ, നല്ല ഭാഷ, നല്ല ജോലി എല്ലാം തന്നെ അവരുടെ കസ്റ്റഡിയിലുണ്ട്. അവരുടേതായിട്ടുള്ള ആ ഒരു കുടുംബമായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കുന്നു. ഈ 2 ഗ്രൂപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കോണ്ടാക്ട് ഉണ്ട്. പക്ഷെ ഇവരെല്ലാം തന്നെ അകലത്തിലാണെങ്കിലും കുടുംബത്തിന്റെ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്താതെ താമസിക്കുന്ന, ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവരുമായിട്ട് ജർമ്മൻകാരുമായിട്ട് ജീവിക്കുന്ന ഒരു സംഭവം. മൂന്നാമത്തെ പറഞ്ഞപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ ഗ്രൂപ്പ്, അതിപ്പോൾ പറഞ്ഞല്ലോ 75,000 കവിഞ്ഞു. നമ്മൾ തീർത്തും ഒരു നമ്പർ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം ദിവസേന എല്ലാ പ്ലെയിനുകളിലും ഒരു 50 വീതം മലയാളികൾ, അല്ലെ ഒരു 100 മലയാളികൾ വീതം പഠനത്തിനായാലും ജോലിക്കായാലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ
ജർമ്മനി എന്താണെന്നോ അല്ലെ ജർമ്മനിയുടെ കാര്യങ്ങൾ എന്താണെന്നോ പഠിക്കാൻ ഇവർ വിമുഖത കാട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ആദ്യത്തെ മലയാളി ഗ്രൂപ്പുമായിട്ട് ആദ്യത്തെ ജനറേഷനുമായിട്ട് എല്ലാവർക്കും തന്നെ ഇടപഴകാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പുതിയ, അതായത് സൈബർ യുഗത്തിലെ ആൾക്കാരാണ് ഞങ്ങൾ. നിങ്ങളൊക്കെ അന്തക്കാലത്ത് ഇവിടെ വന്ന്, അത് എന്തു ആയിക്കോട്ടെ, പഠനമുണ്ടോ വിദ്യാഭ്യാസം അതൊക്കെ അതിനകത്ത് ചിലർ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ അവർ ചിലർക്ക് അതിനെ പുച്ഛത്തോടെ കാണുന്നു. പിന്നെ നിങ്ങളെല്ലാം പ്രായമുള്ളവരാണ്, ഞങ്ങൾക്ക് നിങ്ങളോട് ബന്ധപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ അകന്നു നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരെയും ഞാൻ അടച്ചല്ല പറയുന്നത്. എന്നാൽ നല്ല തന്മയത്വമുള്ള നല്ലതുപോലെ ജർമ്മനിയുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ ഈ ആദ്യത്തെ ജനറേഷനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അതുപോലെ തന്നെ ഇവിടെ ജനിച്ചു വളർന്ന ആ മക്കളുമായിട്ട്, ആ ഒരു ഗ്രൂപ്പുമായിട്ട് ഇവർക്ക് അധികം ബന്ധങ്ങളില്ല എന്നുള്ള ഒരു കാര്യമാണ്. അതാണ് ഏറ്റവും വലിയൊരു പിഴവായിട്ട് ഞങ്ങൾ കാണുന്നത്. കാരണം ഇവർ പറയുന്ന ഭാഷയും ഇവിടെ സ്കൂളിൽ പോകുമ്പോൾ എത്ര ഭാഷ പഠിക്കുന്നുണ്ടെന്നുള്ളത് അവരോട് ചോദിക്കണം. കാരണം ഇംഗ്ലീഷ് ഉണ്ട്, ജർമ്മനെ കൂടാതെ ഇംഗ്ലീഷ് ഉണ്ട്, ലാറ്റിൻ ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ഇറ്റാലിയൻ ഉണ്ട്, സ്പാനിഷ് ഉണ്ട് എന്ന് വേണ്ട ഒത്തിരി ഭാഷകൾ അവർ സ്കൂളിൽ തന്നെ പഠിച്ചിരിക്കുമ്പോൾ ഇവർക്ക് ബഹുഭാഷത്വം ഒരു ജ്ഞാനം തന്നെ അവർക്കുണ്ട്. അപ്പം അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അവരോട് താല്പര്യം എടുത്തു ചെന്നെങ്കിലേ അതിന് നമുക്കൊരു വഴി കിട്ടുകയുള്ളൂ. അല്ലാതെ ഇവിടെ ജനിച്ചു വളർന്ന പിള്ളേർ തിരിച്ചങ്ങോട്ട് ചെല്ലുമെന്ന് ഇവരാരും വിചാരിക്കണ്ട. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് തന്നെയാണ് അതിന്റെ നേട്ടം. പുതിയ ആൾക്കാർ അവരത് കണ്ട് മനസ്സിലാക്കി അവരോട് ഇടപഴകാനുള്ള ഒരു താല്പര്യം കാണിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ കുറെയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും എന്ന് തന്നെ പറയാം. അടുത്തത്, ജർമ്മൻ ഭാഷ ഞാൻ പറഞ്ഞു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൃത്യമായിട്ടും അറിയണം. ഇവിടെ ഏത് ഓഫീസിൽ ചെന്നാലും ജർമ്മൻ ഭാഷയിൽ തന്നെ സംസാരിക്കണം. നമ്മൾ ചിലപ്പോൾ ഒരു വാചകം ഇംഗ്ലീഷിൽ പറഞ്ഞുവെന്നും കരുതി നമുക്ക് ഇംഗ്ലീഷ് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. കടയിൽ ചെന്നാൽ ജർമ്മൻ മാത്രമേ ഉള്ളൂ. അവിടെ ജർമ്മനിയിൽ ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ഏത് കടയിൽ ചെന്നാലും. അപ്പൊ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇവിടെ ജർമ്മൻ ഭാഷയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പോയേ മതിയാവൂ. അപ്പൊ അതിനുള്ളൊരു മനോഭാവം കൊണ്ട് തന്നെ വേണം ജർമ്മനിക്ക് പ്ലെയിൻ കയറാൻ എന്ന് തന്നെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു. അടുത്ത ഇതിന്റെ തന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ നിയമങ്ങൾ. അതായത് നമ്മളൊരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമങ്ങൾ എന്താണെന്നും എന്തിനാണെന്നും എങ്ങനെയാണെന്നും അത് മനസ്സിലാക്കി തന്നെ ഇവിടെ ജീവിച്ചാലേ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസും കൊണ്ട് ഇവിടെ വന്നാൽ 6 മാസം വരെ ഓടിക്കാം. പക്ഷെ ഈ 6 മാസം ഓടിക്കുമ്പോൾ എന്തെങ്കിലും അപാകത, എന്തെങ്കിലും ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു വീഴ്ച അവിടെ വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് സ്വപ്നം കാണാൻ പോലും പറ്റുകയില്ലാത്ത ഒരു നാടാണ്. അപ്പൊ അത് തന്നെ നമ്മൾ ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഒരു 4-5 മണിക്കൂർ ട്രെയിനിങ് കിട്ടി അവരുടെ ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് എത്ര കാലം വേണേലും വണ്ടി ഓടിക്കാവുന്ന ഒരു രാജ്യമാണ്. അപ്പം നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പൊതുവിൽ ഇറങ്ങിയാൽ ബസ്സിലായാലും ട്രെയിനിലായാലും അല്ലെ നമ്മൾ പുൽമേട് പാർക്കുകളിലൊക്കെ ചെന്നാലും നമ്മൾ ഒരു തരത്തിൽ നമ്മുടെ ഗ്രൂപ്പ് കൂടി കഴിയുമ്പോൾ സ്വമേധയാ ശബ്ദം ഉണ്ടാകുക എന്നുള്ളത് നമ്മളെ തന്നെ നമുക്കറിയാമല്ലോ. അപ്പൊ അതൊക്കെ തന്നെ നമ്മൾ നോക്കിയും കണ്ടും വേണം നമ്മൾ ശബ്ദം ഉണ്ടാക്കാൻ. ഇതൊന്നും ഇവിടെ പാടില്ല. അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഒരു വലിയ വാർത്ത നാട്ടിലെ ചാനലുകളൊക്കെ വാർത്തയാക്കിയ ഒരു സംഭവമാണ്. ബസ്സിൽ കിടന്ന് നമ്മുടെ പാട്ട് പാടുന്നതും കൈകൊട്ടി പല സംവിധാനങ്ങളിലൂടെ ഒരു വലിയ മോശമായ അന്തരീക്ഷം സൃഷ്ടിച്ച് ജർമ്മൻകാർക്ക് തന്നെ നമ്മളെ അരോചകമാക്കുന്ന ഒരു രീതി ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ആഘോഷങ്ങൾ നടത്തുമ്പോൾ ഇവരുടെ നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് നടത്തുകയാണെങ്കിൽ അവർക്കും പ്രശ്നമില്ലാതാവും. പക്ഷെ അതൊക്കെ നമ്മൾ ചിലപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ നടത്തുന്ന പരിപാടി സ്ഥലത്ത് അടുത്തുള്ള വീട്ടുകാർ പോലീസിനെ വിളിച്ച പരിപാടി നിർത്തിച്ച കഥ വരെ എനിക്കറിയാം. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ സ്വയം ശീലിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്.
ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് വളരെ വിശദമായിട്ട് തന്നെ പല കാര്യങ്ങളും പങ്കുവച്ചു. ഒപ്പം തന്നെ നമ്മളൊരു രാജ്യത്തേക്ക് കുടിയേറുമ്പോൾ ആ രാജ്യത്തിന്റെ നിലവിലെ സാമൂഹിക അന്തരീക്ഷത്തെക്കുറിച്ച് കൂടി ഒരു അവബോധം വളരെയധികം അത്യാവശ്യമാണ്. ഒരു കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ ജർമ്മനി പോലുള്ള രാജ്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീട് തുറന്നിട്ടിട്ട് പോയാൽ പോലും ഒരു പ്രശ്നവുമില്ലാത്ത നാടാണ്. അത്രത്തോളം ഒരു ഫ്രീഡത്തോടു കൂടി, സമാധാനത്തോടു കൂടി, സുസ്ഥിരതയോടു കൂടി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുന്ന നാട്. എന്നാൽ 2015 ശേഷം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമുക്കറിയാം. അഭയാർത്ഥികളുടെ വലിയൊരു പ്രവാഹം സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ്, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിന് ശേഷമാണ് ഈ പഠനത്തിനുമൊക്കെയായിട്ട് ഇവിടെ നിന്നും വിദ്യാർത്ഥികളൊക്കെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഈ അഭയാർത്ഥി പ്രവാഹത്തിന് ശേഷം ജർമ്മനിയിൽ ഉണ്ടായിട്ടുള്ള സാമൂഹിക അന്തരീക്ഷം, അത് എത്രത്തോളം ഗൗരവമായി നാം അത് ചർച്ച ചെയ്യണം? അത് അവിടേക്ക് പുതിയതായിട്ട് കുടിയേറുന്ന വ്യക്തികൾ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ആഴത്തിൽ അത് മനസ്സിലാക്കിയെടുക്കണം, അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലെ മാറ്റങ്ങൾ? ശ്രീ ജോസ് കുമ്പള. ജർമ്മനിയിലെ സാമൂഹിക അന്തരീക്ഷം, അതിനെപ്പറ്റി പറയുമ്പോൾ ഇത് വർഷങ്ങൾക്ക് മുമ്പ് 2000-ന് ശേഷം വന്നതും 2000-ന് മുമ്പുള്ളതുമായിട്ട് ഒരിക്കലും ഇപ്പോൾ താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ജോർജ് പറഞ്ഞതുപോലെ വീട് തുറന്നിട്ട് വെച്ച് പോയാൽ ആരും തന്നെ അതിലേക്ക് പ്രവേശിക്കുകയോ അല്ലെ ആരും തന്നെ അവിടെ ഉണ്ടോ എന്ന് ആരും അന്വേഷിക്കാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ വന്ന കാലത്ത് അതൊക്കെ തന്നെയായിരുന്നു നടന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് വീട് അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു വരുമ്പോൾ ദൈവമേ ഇതാരും കുത്തി തുറക്കരുതേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് എല്ലാവരും ഇറങ്ങിപ്പോകുന്നത്. കാരണം പ്രത്യേകിച്ച് മലയാളികളുടെ വീടുകളിൽ, ഇന്ത്യക്കാരുടെ വീടുകളിൽ സ്വർണം ഉണ്ടെന്നുള്ള ഒരു കാര്യം ഇവിടെ പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാം. അതായത് വിദേശികളാണ്, മൾട്ടിക്കുൾട്ടി, അതായത് ബഹു സാംസ്കാരികതയാണ് ജർമ്മനിയിൽ ഇപ്പോഴുള്ളത്. അതിനകത്ത് എല്ലാ രാജ്യക്കാരും, അതായത് 195 രാജ്യത്തിലെ 195 രാജ്യക്കാരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തി ആവില്ല. പ്രത്യേകിച്ച് പ്രശ്നങ്ങളുള്ള രാജ്യത്ത് നിന്ന് ഒരു ഒഴുക്കാണ് ഇങ്ങോട്ട് വരുന്നത്. സിറിയ പോലുള്ള, അഫ്ഗാൻ പോലുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ പലസ്തീൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവം ജർമ്മൻ ഗവൺമെന്റ് കാണിച്ചത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് മേർക്കലിന്റെ അവസാന മൂന്നാമത്തെ ഭരണകാലത്ത് 2015-16 കാലത്തിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു വലിയ കുടിയേറ്റം, അത് അനിയന്ത്രിതമായിട്ടുള്ള ഒരു കുടിയേറ്റം ഈ ജർമ്മനിയെ ഏറ്റവും മോശമായിട്ടും ജർമ്മനിയുടെ ഭാവിയെ തന്നെ തകർത്തു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശയോക്തിയാവില്ല. അതിന്റെ കൂട്ടത്തിൽ ഈ കഴിഞ്ഞ പുട്ടീനും നമ്മുടെ ഉക്രൈനുമായിട്ട് റഷ്യ ഉക്രൈൻ യുദ്ധം ജർമ്മനിയെ ഏറെ ബാധിച്ചു. 1.2 മില്യൺ ആൾക്കാർ ഇപ്പോഴും ഇവിടെയുണ്ട്. ഇവർക്കെല്ലാം തന്നെ എല്ലാം കൊടുത്ത്, ചെലവും കൊടുത്ത് ജർമ്മൻ സർക്കാർ അവരെ പോറ്റുമ്പോൾ ഇവിടെയുള്ളവർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായും വലിയ ബാധ്യതയായും തീർന്നിരിക്കുകയാണ് ഇപ്പോൾ. അതോടൊപ്പം നമ്മുടെ സാമൂഹ്യ മേഖലയിൽ ഇപ്പോൾ തന്നെ കത്തിമുനയിലാണ് ജർമ്മനി നിൽക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും അരക്ഷിതാവസ്ഥയും അശാന്തിയും ഒരു സുരക്ഷിതത്വം ഇല്ലായ്മയും ജർമ്മനിയുടെ ഏത് മൂലയ്ക്ക് ചെന്നാലും നമുക്ക് അനുഭവപ്പെടും. കാരണം ഏത് വഴിയാണ് നമ്മളെ ആരെങ്കിലും അപായപ്പെടുത്താൻ വരുന്ന എന്നുള്ള കാര്യം നമ്മളിൽ തന്നെ ഭയാശങ്കകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ജർമ്മനിയിലുള്ളത്. ഈ കഴിഞ്ഞ ആഴ്ചയിലും അല്ലെ അതിനു മുമ്പുള്ള പല ദിവസങ്ങളിലും ഇത് തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ ഉണ്ട്. ഇപ്പം കത്തി ആക്രമണം എന്ന് പറയുന്ന ഒരു വാർത്ത ജർമ്മനിയിൽ പുത്തരിയല്ല, ജർമ്മനിക്ക് അതൊരു വിഷയമല്ല. കാരണം ഡെയിലി ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിൽ പെടുന്നതാരാ? യാതൊരു ബന്ധമില്ലാതെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണമെന്ന് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന അവരുടെ ഭാവിയെ അല്ലെ അവരുടെ ജീവന് മറ്റാരെങ്കിലും എന്താ അതിന്റെ പ്രകോപനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനകത്ത് അല്പം മതം ഉണ്ടാകും. രാഷ്ട്രീയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടുമേ രാഷ്ട്രീയമില്ല. മതത്തിന്റെ പേരിലാണ് ഇവിടെ കത്തിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിനെ എതിർക്കാൻ പറ്റില്ല. കാരണം ജർമ്മൻ ഗവൺമെന്റ് തന്നെ പറഞ്ഞു ഇതിനെല്ലാം തന്നെ ഒരു പുതിയ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. പക്ഷെ ഈ നിയമങ്ങൾ ഒന്നും തന്നെ ഈ കത്തിയെടുക്കുന്നവർ പാലിക്കാതെ ഉള്ള നിയമത്തെ വെല്ലുവിളിച്ചിട്ടുള്ള ഒരു കളിയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജർമ്മൻകാർക്ക് പോലും ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത, അല്ലെങ്കിൽ ജർമ്മൻകാർ തന്നെ ഇവിടുത്തെ വിദേശികളാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആൾട്ടർനേറ്റീവ് ഫോർ ഡോയ്ച്ച്ലാൻഡ് എന്ന AfD പാർട്ടി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ
2025 ഫെബ്രുവരി 23 നടന്ന തെരഞ്ഞെടുപ്പിൽ 20.8% വോട്ടുകൾ നേടി ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. അവരിപ്പോൾ അവരുടെ കുതിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം ഈ സാമൂഹിക ബുദ്ധിമുട്ടുകൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ വിദേശികൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തതിന്റെ പേരിലാണ്. അപ്പൊ ഈ വരുന്ന ആൾക്കാർ, ഞാൻ അതിലേക്കാണ് വരുന്നത്, ഈ വരുന്ന ആൾക്കാർ നമ്മുടെ ജർമ്മനിയിലേക്ക് വരുന്ന മലയാളികൾ ഇവിടുത്തെ സാമൂഹികമായ ഘടന തികച്ചും അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാവി ജീവിതം നമ്മുടെ കയ്യിലല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം. കാരണം നമ്മളെല്ലാം സാമൂഹിക ജീവികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്നറിയണം, നമ്മുടെ ചുറ്റിൽ ആരാണ് താമസിക്കുന്നതെന്നറിയണം. അതുപോലെ തന്നെ നമ്മൾ നിയമം പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രമല്ല, അവര് നമ്മുടെ പ്രൈവസിയിൽ കയറി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇവിടുത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. മറ്റൊരു ചോദ്യം ശ്രീ ജോസ് കുമ്പളവേലിൽ, നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, ആ രാജ്യത്തിന്റെ നിലവിലെ നിയമ പശ്ചാത്തലം, സാമൂഹിക പശ്ചാത്തലം, രാഷ്ട്രീയ പശ്ചാത്തലം അങ്ങ് വളരെ മനോഹരമായിട്ട് വിശദീകരിച്ചു. അതിനേക്കാളൊക്കെ ഉപരി നമ്മളൊരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ രാജ്യത്തിന്റെ ഒരു ആത്മീയമായിട്ടുള്ള പശ്ചാത്തലം, യൂറോപ്പ് അല്ലെങ്കിൽ ഫ്രാൻസ്, ജർമ്മനി പോലുള്ള രാജ്യങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഫാക്ടറി ഓഫ് സെയിൻസ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്നും ജർമ്മനിയിലേക്ക് എത്തുന്ന ന്യൂജൻ, അതായത് പുതിയ തലമുറയിലെ കുട്ടികൾ, നമുക്കറിയാം ഒരു വ്യക്തിയുടെ ആ ഒരു വളർച്ചയിൽ, ആ വ്യക്തി ജീവിതത്തിൽ ഒരു ആത്മീയതയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ജർമ്മനിയിലേക്ക് വരുന്ന ക്രൈസ്തവരായിട്ടുള്ള കുട്ടികൾ അവിടുത്തെ ഒരു ക്രൈസ്തവമായിട്ടുള്ള ഒരു ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ ആത്മീയ സാഹചര്യത്തിലേക്ക് അവർക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിലവിലെ അവിടുത്തെ ഒരു ആത്മീയ പശ്ചാത്തലം, പ്രത്യേകിച്ച് ക്രൈസ്തവമായിട്ടുള്ള ആംഗിളിലൂടെ നോക്കുമ്പോൾ ജർമ്മനിയിലെ നിലവിലെ ഒരു സഭാപരമായിട്ടുള്ള കാര്യങ്ങൾ അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അത് വളരുന്നുണ്ടോ അതോ ഒരു തളർച്ചയിലാണോ? അവിടേക്ക് കുടിയേറി വരുന്ന ക്രൈസ്തവരായിട്ടുള്ള യുവജനങ്ങൾ, കുടുംബങ്ങൾ, ആ മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം ജർമ്മനിയിലെ നിലവിലുള്ള നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മറ്റതിലേക്ക് വരാം. ജർമ്മനി എന്ന് പറയുമ്പോൾ അത് ഇവിടെ കത്തോലിക്കരുടെ രാജ്യവും അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാരുടെ രാജ്യവുമായിട്ട് ഉള്ള ഒരു ഫെഡറൽ റിപ്പബ്ലിക്കാണ്. അപ്പൊ അവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള മതം ഏതായാലും അതിൽ അടിയുറച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ഇവര് എല്ലാ സ്വാതന്ത്ര്യവും തരുന്നുണ്ട്. ഇപ്പം റോമൻ കത്തോലിക്ക ആണെങ്കിൽ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് ആണെങ്കിൽ ഇവരെല്ലാം തന്നെ 9% നികുതി കൊടുത്ത്, അത് ചർച്ച് ടാക്സ് കൊടുത്തെങ്കിൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും നമുക്ക് മുട്ടുകൂടാതെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കാര്യങ്ങൾ അവിടെ നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ മത അല്ലെങ്കിൽ ക്രിസ്തീയത വളർത്തിയെടുക്കാനായിട്ട് ഇവിടുത്തെ ആദ്യത്തെ സമൂഹം അവരുടെ പരമ്പരയ്ക്ക് അത്രയും താല്പര്യം ഇല്ലെങ്കിൽ പോലും വിശേഷ ദിവസങ്ങളിൽ എല്ലാവരും തന്നെ ഇവിടെ പള്ളിയിൽ പോകുന്നുണ്ട്, കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. രണ്ടാമത്തേത്, നമ്മുടെ നാട്ടിൽ നിന്ന് വൈദികര്, അത് എല്ലാ തരത്തിലുമുള്ള സഭയിലുള്ള ആളുകള്, വൈദികർ ഇവിടെ വന്ന് ഇവിടുത്തെ സഭയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നുള്ള ഒരു കാര്യം ഏറ്റവും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 1960 മുതൽ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഇവിടുത്തെ മതമേഖലയിൽ അല്ലെങ്കിൽ മനുഷ്യന് മതം കൂടി വേണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ പോകുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് വരുമ്പോൾ ഇനിയും നമ്മുടെ മലയാളികൾ ഇപ്പോൾ ന്യൂജൻ മലയാളികൾ ഇവിടെ വരുമ്പോൾ ഇവിടെ എവിടെയാണ് മലയാളം കുർബാന എന്നുള്ളത് അവർ അന്വേഷിക്കുന്ന ഒരു ആദ്യത്തെ പോയിന്റാണ്. അത് ജർമ്മനിയുടെ ഏത് ഭാഗത്തായാലും അവിടെ ആദ്യം മലയാളം കുർബാനയുണ്ടോ എന്നുള്ള കാര്യം ഇവർ അന്വേഷിക്കുന്നുണ്ട്. അത് ബെർലിനിലായാലും, അത് ഹാംബുർഗിലായാലും, മ്യൂണിച്ചിലായാലും, കൊളോണിലായാലും എവിടെയാണ് ഞായറാഴ്ചകളിൽ കുർബാനയുള്ളത്. ഇതിന്റെ ഒരു പുതിയ വിപുലീകരണം എന്നോണം മലയാളികൾ ഉണ്ടാകുന്ന, ഇത് ന്യൂജൻ ആൾക്കാരുണ്ടാകുന്ന സ്ഥലത്തൊക്കെ തന്നെ നമ്മുടെ വൈദികര് നോക്കി കണ്ടുപിടിച്ച് അവർക്കൊരു ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ മറ്റു വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ രീതിയിൽ കുർബാന നടത്തുന്നുണ്ട്. അതുപോലെ യാക്കോബൈറ്റ്സ് അല്ല മാർത്തോമൈറ്റ്സ് അല്ലെ അവർക്കൊക്കെ തന്നെ കുർബാന
ചെല്ലുന്ന ഒരു കുർബാന അതായത് അർപ്പിക്കുന്ന ഒരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്നുള്ളതിന്റെ 100% സാക്ഷിയാണ് ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ. എൻ്റെ അടുത്ത് ഇവരെല്ലാവരും തന്നെ വാർത്തകളായിട്ട് തരുന്നുണ്ട്, എന്നോട് അന്വേഷിക്കാറുണ്ട്, ഈ നാളെ എവിടെയാണ് കുർബാന, അല്ലെ അടുത്ത ആഴ്ച എവിടെയാണ് കുർബാന എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ തന്നെ ഇവര് ആ ഒരു തരത്തിൽ നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും. രണ്ടാമത്, പുതിയതായിട്ട് ഇവിടെ വരുന്നവർക്കൊക്കെ തന്നെ ഈ ഗ്രൂപ്പുകളായി കഴിയുമ്പോൾ ഇവർക്കൊരു നേതൃത്വം കൊടുക്കാൻ ഇവിടുത്തെ മിക്ക വൈദികരും താല്പര്യം കാണിക്കുന്നുണ്ട്. കാരണം ഇവരെ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിക്കാനും അതുപോലെ തന്നെ പള്ളികളിൽ കുർബാന, അതോടൊപ്പം നമ്മുടെ വേദപാഠ ക്ലാസ്സുകള്, അതുപോലെ തന്നെ കുട്ടികളുടെ ആദ്യ കുർബാന, ഇതെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അധിവസിക്കുന്ന ജർമ്മനിയിലെ കൊളോൺ എന്ന നഗരത്തിൽ ഇവിടെ 55 വർഷമായിട്ട് നമുക്ക് ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അതിപ്പോൾ സീറോ മലബാർ കമ്മ്യൂണിറ്റി ആയിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് മൊത്തം ഇന്ത്യക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ തന്നെ നമ്മുടെ സീറോ മലങ്കര സഭയ്ക്കും അതുപോലെ തന്നെ ലാറ്റിൻ സഭയ്ക്കും അവരവരുടേതായിട്ടുള്ള ഒരു പ്രക്രിയ ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്തതുകൊണ്ട് നമ്മുടെ കൊളോൺ ആസ്ഥാനമായിട്ടുള്ള സീറോ മലബാർ കമ്മ്യൂണിറ്റി ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഫാദർ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി CMA ആണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. അച്ഛന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് പണ്ട് 300-400 പേര് മൊത്തത്തിൽ കുർബാനയ്ക്ക് വരുമ്പോൾ ഇപ്പോൾ 700-800 ചിലപ്പോൾ അതിൽ ഉപരി 1000-ൽ അധികം, ഇപ്പൊ പെരുന്നാളൊക്കെ വരുമ്പോൾ 1500 പേരൊക്കെ വരുന്ന ഒരു സംഭവം ഇവിടെ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ നമ്മുടേതായിട്ടുള്ള ആ ഒരു മതത്തിന്റെ ഏറ്റവും വലിയ, നമ്മള് നാട്ടിൽ പഠിച്ച വീട്ടിൽ കിട്ടിയ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ അത് നമുക്കൊക്കെ തന്നെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇവർക്കൊക്കെ തന്നെ സഹായങ്ങൾ നൽകാനായിട്ട് ഈ വൈദികരുടെ നേതൃത്വത്തിൽ അവര് ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം വൈദികരെ സഹായിക്കാനായിട്ട് തന്നെ, അതായത് ആദ്യത്തെ തലമുറയിലെ ആളുകൾ തന്നെ കൂടെ കൂടിയിട്ട് അവർക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കിയാൽ മതപരമായിട്ട് ഇവിടെ ആർക്കും ഒരു കുഴപ്പവും അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് കടക്കാനായിട്ട് ന്യൂജൻ ആളുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ഏറ്റവും അവസാനമായി ശ്രീ ജോസ് കുമ്പളവേലിൽ അങ്ങ് സൂചിപ്പിച്ച ഈ കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായി, നിയമപരമായിട്ട്, രാഷ്ട്രീയമായിട്ട്, സാമൂഹികമായിട്ട്, ആത്മീയമായിട്ട് ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്, നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളുണ്ട്. പ്രത്യേകിച്ച് ജർമ്മനിയിലേക്ക് വരുന്ന കുടുംബങ്ങൾ, യുവജനങ്ങൾ, വിദ്യാഭ്യാസ ആവശ്യത്തിന് വരുന്ന കുട്ടികൾ. എൻ്റെ അവസാനത്തെ ഒരു ചോദ്യം ഇതാണ്: ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അലക്ഷ്യമായി അവിടെ എത്തുന്നു, ഈ കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ അലക്ഷ്യമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ജർമ്മൻ ഭാഷ വേണ്ട, അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹിക അന്തരീക്ഷത്തോട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവിടുത്തെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്നു, ആത്മീയതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ അവിടുത്തെ സഭാ സമൂഹങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ പോകുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് നേരിടേണ്ടി വന്ന എന്തെങ്കിലും ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പേര് പരാമർശിക്കാതെ തന്നെ ഏതെങ്കിലും 1-2 അനുഭവങ്ങൾ അങ്ങേക്ക് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പങ്കുവയ്ക്കാനാകും. ഇപ്പൊ മുമ്പേ പറഞ്ഞ കൂട്ടത്തിൽ മാസത്തിൽ ഒരിക്കൽ കുർബാന ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും കുർബാന ഉണ്ടെന്നുള്ള കാര്യം കൂടി ഞാനൊന്ന് പറയുകയാണ്. കാരണം അത്രമാത്രം യുവജനങ്ങൾ അതിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദൂരെ നിന്നും ആൾക്കാർ അല്ലെങ്കിൽ ന്യൂജൻ മക്കള് ഇതിലേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ മറ്റതിൽ പറയേണ്ടതായിരുന്നു. അതും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇപ്പൊ അവസാനത്തെ ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഭാഷ ഒരു വലിയ ഘടകമാണ്. ഇപ്പൊ ഹൗസ് ബിൽഡിങ്ങിന് വന്നു, ആദ്യത്തെ 6 മാസം പ്രൊബേഷൻ പീരീഡ് ആണ്. B2ന്റെ സർട്ടിഫിക്കറ്റോടു കൂടിയാണ് ഇവർ വരുന്നത്. പക്ഷെ ഈ 6 മാസത്തിനുള്ളിൽ ഇവർക്ക് സ്കൂളുകാർ വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക് വരുന്നില്ല എങ്കിൽ ഇവരെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. തിരിച്ച് നാട്ടിലേക്ക് പോയ ആളുകൾ ഉണ്ടായിട്ടുണ്ട്, പിള്ളേരുണ്ടായിട്ടുണ്ട്. ഇവരെയൊക്കെ എനിക്കറിയാം, പക്ഷെ ആരുടെയും പേര് പറയുന്നില്ല. അവർ തിരിച്ചു പോയി. അതുപോലെ തന്നെ B2 സർട്ടിഫിക്കറ്റുമായിട്ട് നേഴ്സിംഗ് മേഖലയിൽ ഗൾഫിലും അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലും ജോലി ചെയ്തിട്ട് ജർമ്മനിയിലേക്ക് വന്നിട്ടുള്ള നഴ്സുമാര്, ഇവർക്കൊക്കെ തന്നെ 6 മാസമല്ല, 6 മാസം പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. 6 മാസം കഴിഞ്ഞിട്ട് പോലും ഇവരുടെ റെക്കഗ്നീഷൻ സമയത്ത് കൃത്യമായിട്ടുള്ള ഭാഷ കിട്ടാത്തതിന്റെ പേരിൽ ആ ഭാഷാ പരീക്ഷ
ജയിക്കാത്തതിന്റെ പേരിൽ ഇവർക്കും തന്നെ ഇവിടുന്ന് പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇവര് പറയുന്നത്, അത് ആർബൈറ്റ്സ് ഗേബർ അല്ലെങ്കിൽ തൊഴിൽ ദാതാവ് പറയുന്നത്, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പറ്റുന്നില്ല എന്നുള്ള. അതിന്റെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ഫ്ലുവൻ്റ് ആയിട്ട് ജർമ്മൻ ഭാഷ പറയുക എന്നുള്ളതാണ്. അപ്പോൾ ജർമ്മൻ ഭാഷ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഇപ്പം നഴ്സിംഗ് മേഖലയിൽ നമ്മുടെ മലയാളികൾ ആണായാലും പെണ്ണായാലും വളരെ വിദഗ്ധരാണ്. അവർക്ക് ജോലി അറിയാം, ജോലി ചെയ്യാനും അറിയാം, ജോലിക്കുള്ള മനസ്സുമുണ്ട്. പക്ഷേ അത് എങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് അവതരിപ്പിക്കും, അതിന് ഭാഷ കൂടിയേ തീരൂ. അപ്പൊ അതൊരു വലിയ കടമ്പയാണ്. നമ്മുടെ നാട്ടിൽ B2 പഠിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നത് നമ്മളത് പറഞ്ഞെങ്കിൽ മാത്രമേ, നമ്മൾ എഴുതിയെങ്കിൽ മാത്രമേ അതിനൊരു ബെറ്റർമെന്റ് കിട്ടത്തുള്ളൂ. അപ്പൊ ഈ വരുന്നവരൊക്കെ തന്നെ ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഒരു ഭാഷാ വിദ്യാർത്ഥിയാണെന്നുള്ള ഒരു മെന്റാലിറ്റിയോടുകൂടി വരണം. അത് ഈ നഴ്സിംഗ് മേഖലയിൽ എല്ലാം തന്നെ, നഴ്സിംഗ് മേഖലയ്ക്ക് മാത്രമല്ല ഭാഷ വേണ്ടുന്നത്, സകല മേഖലയ്ക്കും ഭാഷ വേണം. അപ്പൊ ഇങ്ങനെ തിരിച്ചു പോകേണ്ട അല്ലെ പോയിട്ടുള്ള അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അവർ പറയുന്നത് നിങ്ങൾക്ക് വീണ്ടും വരാൻ പറ്റില്ല എന്നുള്ളതല്ല, നിങ്ങൾ പോയി കൃത്യമായിട്ട് ഭാഷ പഠിച്ചിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമുക്ക് വീണ്ടും ഒരു വഴി കൂടിയാ പറയുന്നത്, പറഞ്ഞു തരും, നിങ്ങൾ ഇനി വാ എന്നാ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ വീഴ്ചയില്ലേ അത്? അപ്പൊ അത് കണ്ട് മനസ്സിലാക്കി വേണം നമ്മൾ ഇനിയും ഇങ്ങോട്ട് വരാൻ. അതുപോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഞാൻ പറയാതെ അറിയാമല്ലോ, 6 മാസം ഇപ്പം 6 മാസം ചൂടുക. അപ്പൊ ഈ കാലാവസ്ഥ പോലും പലർക്കും പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ കണക്ക് കൂട്ടി നമ്മുടെ മൈൻഡ് കേരളത്തിൽ ഇരുന്ന് തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് വേണം ഇങ്ങോട്ട് വരാൻ. ജർമ്മനിയെ പറ്റി പഠിക്കണം, ജർമ്മൻകാരെ പറ്റി പഠിക്കണം, ജർമ്മനിയിലുള്ള മറ്റു കാര്യങ്ങളെ പറ്റി പഠിച്ചെങ്കിൽ മാത്രമേ ഇവിടെ വന്നാൽ നമുക്ക് നമ്മുടെ ഭാവി ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മളോടൊപ്പമുള്ളവരുടെ ജീവിതം ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുക. ഓക്കെ, വളരെ വ്യക്തമാണ്. ജീവിതം എല്ലാം ശരിയാക്കാം, അല്ലെങ്കിൽ എല്ലാം ശരിയാവും, ജീവിതം അത് കരുപിടിപ്പിക്കാം, ജീവിതം പച്ചപിടിപ്പിക്കാം എന്ന ലക്ഷ്യത്തോടെയാണ്, എന്ന ആഗ്രഹത്തോടെയാണ്, എന്ന സ്വപ്നത്തോടു കൂടി തന്നെയാണ് വിദ്യാഭ്യാസം തേടിക്കൊണ്ട്, അല്ലെങ്കിൽ മികച്ച ജോലി തേടിക്കൊണ്ട്, തൊഴിലവസരം തേടിക്കൊണ്ട് യുവജനങ്ങളും കുടുംബങ്ങളും ഒക്കെ ജർമ്മനിയിൽ ലാൻഡ് ചെയ്യുന്നത്. എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ജീവിതം ശരിയാകണമെങ്കിൽ അവിടെ എത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളെയും കുറിച്ചാണ് അവിടെ മാധ്യമപ്രവർത്തനം നടത്തുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശ്രീ ജോസ് കുമ്പളവേലിൽ ഈ ഒരു ഘട്ടത്തിൽ നമ്മോട് പങ്കുവച്ചത്. നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ആണ് അദ്ദേഹം പങ്കുവച്ചത്. അത് പല മേഖലകളിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു. വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാറ്റിലും ഉപരി ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ. ഈ വിഷയങ്ങളെക്കുറിച്ച് വളച്ചിട്ടാതെയുള്ള ഉത്തരങ്ങൾ ഷെക്കേന ന്യൂസിന് പങ്കുവച്ച ശ്രീ ജോസ് കുമ്പളവേലിൽ അങ്ങേക്ക് നന്ദി. താങ്ക് യു.